ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പുതുതായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് വന്നത് കേട്ടോ. വെറൈറ്റിയാണ്, അതൊരു അരിയാണ്. സാധാരണ നമ്മൾ അരിയല്ല, ഇതാണ് മുള അരി. ഇത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരു പായസം ഉണ്ടാക്കി നോക്കാം. ഇത് കാണുന്ന പോലെ നല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ് ഈ മുള അരി എന്ന് പറയാം. കുറച്ച് റിസ്ക് ഉണ്ട് അത് എടുക്കാൻ, പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കിട്ടുന്നുണ്ടോ, നമ്മൾ വയനാടൊക്കെ പോയ റോഡ് പക്കത്തൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വിൽക്കാൻ വെക്കാറുണ്ട്. അപ്പോൾ അത് വാങ്ങിയാൽ മതി. അപ്പം നമ്മളതാ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചു. രാത്രി വെള്ളത്തിലിട്ടു. ഞാൻ പിറ്റേന്ന് വൈകുന്നേരം 3 മണിയാകുന്ന വരെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ രാവിലെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പായസത്തിനൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരും. അങ്ങനെ ഇട്ട് വെച്ച് പുതിർത്തി ഇട്ട് വേണം നമ്മളത് പായസം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടൂല. അത്രയ്ക്കും വേവാണ് ഈ ഒരു സാധനത്തിന്. അങ്ങനെ നമ്മൾ കുക്കറിലത് കുതിർത്തി ഒരു 12 മണിക്കൂറും അല്ലായിരിക്കും ഞാൻ വെള്ളത്തിട്ട് വെച്ചത്. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് വെള്ളം വെച്ചു. കുറച്ചൊന്നും പോരട്ടോ, നല്ലോണം വെള്ളം വെക്കണം, എന്നാൽ തന്നെ അത് വെന്ത് കിട്ടുള്ളൂ. കാരണം അത് കുറുകി വരും. നമ്മളെ ഈ ഓട്സ് ഉണ്ടാക്കുന്ന പോലെയാണ്, ഒരു പശപ്പ് ഇതിനുണ്ട്. അപ്പോൾ നല്ലോണം വെള്ളം വെക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. വെള്ളം വെച്ച് നല്ലോണം 10 വിസിൽ വരുന്നത് വരെ നമ്മളത് കുക്കറിൽ അടുപ്പിച്ചെടുക്കണം. ഇതാ അങ്ങനെ അടുപ്പിച്ചെടുത്തതാ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം, കാരണം അതിൽ കഴിയൂല. അങ്ങനെ കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കി. അത്യാവശ്യം ശർക്കര വേണം കേട്ടോ, എന്നാൽ ഓവറാവും ചെയ്യരുത്. ഓവറാവുമ്പോൾ നമുക്ക് ആ ശർക്കരൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് വേണ്ട, പാകത്തിന്. നമുക്ക് ഓരോരുത്തർക്കൊരു അളവ് നമുക്കറിയാലോ, ഓരോ പായസം എടുക്കുന്നതനുസരിച്ചുള്ള അളവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ശർക്കര എടുത്തിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൽ കിടന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ ശർക്കരയിൽ കിടന്നപ്പോഴേ അരിയിലേക്ക് നമ്മൾ ആ മുളരിയിലേക്ക് ആ ശർക്കര ശരിക്കും പിടിക്കുള്ളൂ. അല്ലെങ്കിൽ ശർക്കരൻ്റെ ഇത് വേറെയും അരിൻ്റെ ടേസ്റ്റ് വേറെയായിട്ടേ കിട്ടുക. അപ്പോൾ നല്ലോണം തിളപ്പിച്ചെടുക്കണം ഈ ശർക്കര വെള്ളത്തിൽ കേട്ടോ. അതിലേക്ക് ലേശം ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിടുക. കൂടുതലാവരുത്, കുറച്ചേ പാടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഈ ശർക്കരയിൽ. കൈ എടുക്കരുത്, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഞാൻ പറയാം, പശ പോലെ ആയതുകൊണ്ട് പെട്ടെന്ന് അടിപിടിക്കാൻ ഉണ്ട്. അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇനി അതിക്ക് വേണ്ടത് 2ാം പാലും 1ാം പാലുമാണ്, തേങ്ങാപ്പാൽ. ഓക്കെ, ആ 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ആ അരിയിലേക്ക് പിടിക്കണം. അതുപോലെ തിളപ്പിച്ചെടുത്ത് വറ്റിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ ചുക്കുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3/4 സ്പൂണോളം ചുക്കുപൊടി ഇട്ട് കൊടുത്തു. കുറച്ച് 1/2 ടീസ്പൂൺ, അധികം കൂടുതലാവരുത്. അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത്, അതാണ് ഇതിൻ്റെ പാകം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, മുന്നിട്ട് നിൽക്കരുത്, എന്നാൽ ടേസ്റ്റ് കിട്ടും വേണം. ആ രൂപത്തിലാണ് നമ്മൾ ഏലക്കാപ്പൊടിയും ചുക്കുപൊടി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലേശം നല്ല ജീരകം വറുത്ത് പിടിച്ചിട്ടും അത് ഇടട്ടോ, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ലോണം വേവിച്ചെടുത്തിട്ട് പിന്നെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക. അത് നല്ല കട്ടിയില്ലേ, അതായത് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരച്ചിട്ട് ആ പിഴിഞ്ഞെടുത്ത പാലാണ് 1ാം പാൽ അറിയണത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എത്ര കണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, ചിലർക്ക് നല്ല കുറുകിയ പായസമായിരിക്കും വേണ്ടത്, ചില ആൾക്കാർക്ക് അത് കുറച്ച് ലൂസായിട്ടുള്ള വേണ്ടത്. ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് തിളക്കരുത്, ഒന്നൊരു ചൂടാക്കിയിട്ട് മാറ്റി വെക്കുക. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ വേണ്ടവർക്ക് നെയ്യിൽ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്തിട്ട് ഒന്ന് വറുത്ത് എടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടില്ല. ഓക്കെ, നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, എല്ലാം കൊണ്ടും സൂപ്പർ പായസമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.